പറഞ്ഞുതരാം. ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ ബിൽക്കീസ് ബാനുവിനെ അതുപോലെ റേപ്പ് ചെയ്തു, ആ സംഗതി ചെയ്തു. അങ്ങനെ ചെയ്യാൻ ഹിന്ദു മതത്തിൽ എവിടെയെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ ഏതെങ്കിലും കിതാബിൽ? എന്നാൽ ഇസ്ലാമിൽ കാഫിറിനെ നിങ്ങൾക്ക് റേപ്പ് ചെയ്യാം. അതാണ് വ്യത്യാസം. പറഞ്ഞുതരാം. ഒരു ഹദീസാണ്. അതായത് അതെ, ഒരു ഹദീസാണ്. ഒരു ബനു മുസ്തലിഖ് കൊള്ളയ്ക്ക് പുറപ്പ് എന്താ ഹദീസ് എടുക്കില്ലേ? ആരിഫ് ഹുസൈന്റെ നോളജ് ഒന്നും അത്ഭുതപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആരിഫ് ഹുസൈന്റെ തൊലിക്കട്ടിയുടെ മുമ്പിൽ ഞാൻ പലപ്പോഴും നമ്രശലസ്കനായി നിന്ന് പോയിട്ടുണ്ട്. കാണ്ടാമൃഗം തന്നെ, സാക്ഷാൽ കാണ്ടാമൃഗം പോലെ പറ്റുമോ? അമ്മാതിരി തൊലിക്കട്ടിയാണ്. ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ ഇസ്ലാമിന് ബദ്ധവൈരികൾ പ്രതിപക്ഷത്തുണ്ട്. പക്ഷെ അവരാരും ഇക്കാലം അത്രയും ആരോപിക്കാത്ത, എന്തിനേറെ വർത്തമാന കാലഘട്ടത്തിൽ നിരീശ്വരവാദിയുടെ കൺകണ്ട ദൈവമായ സാക്ഷാൽ രവിചന്ദ്രൻ സി, കാലത്തിന്റെ വിസ്മൃതിയിൽ ആണ്ടുപോയ ഇടമറുകിനെ പോലുള്ള ആളുകൾ വിശുദ്ധമായി ഖുർആൻ ഉപൃഷ്ടവരാണ്. ഖുർആൻ പലപ്പോഴും അവർ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയവരാണ്. അവരാരും പറയാത്തൊരു ആർഗ്യുമെന്റ് ആരിഫ് ഹുസൈൻ പറയണമെങ്കിൽ ഇത് റിയാലിറ്റിയുമല്ല, ആരിഫ് ഹുസൈന്റെ ഹൃദയപക്ഷത്തു നിന്ന് വന്നതല്ല. ആരിഫ് ഹുസൈൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ദായകമായ വിഭവം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. നമ്മൾ പറയാറുണ്ടല്ലേ, കാറ്റിനൊപ്പിച്ച് തൂറ്റുക എന്ന് പറയില്ലേ, അത് ഫലം കാണും. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ നിലവിൽ ഇട്ടുകൊടുക്കുന്ന സാധനമൊന്നും ഈ പറയപ്പെട്ട സംഘപരിവാറുകാർക്കോ ക്രിസംഖികൾക്കോ ദഹിക്കാതെ വരുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല വിഭവങ്ങൾ കേൾക്കാൻ തന്നെ എന്ത് രസമുണ്ട് അല്ലെ? അവിശ്വാസികളെ വിഭജിക്കാൻ പറഞ്ഞ മതം ഇസ്ലാം, ഹൗ അവർക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലെ? പക്ഷേ ആരിഫ് ഹുസൈനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിലോ തിരിച്ചറ്റിയിലോ അങ്ങനെ ഒരു കൽപ്പന, എന്നെ കേൾക്കുന്ന ജനങ്ങളെ, നിങ്ങളോട് ഞാൻ രസകരമായിട്ടൊരു കാര്യം പറയട്ടെ. വിശുദ്ധമായ ഖുർആൻ അന്യ സമുദായക്കാരെ വിഭജിക്കുന്നതിനപ്പുറം അതവിടെ നിൽക്കട്ടെ. വ്യഭിചാരത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ സമീപനം എന്താ? ഈ വിഷയത്തിൽ ഖുർആന്റെ കൽപ്പന തന്നെ എത്ര ഗൗരവമേറിയതാണ്. അത് അറിയുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഇത് പറയാൻ എത്ര ഉളുപ്പ് വേണം? വിശുദ്ധമായ ഖുർആനിൽ അധ്യായം 17 ഇസ്രായേൽ സൂറത്തിന്റെ 32-ാമത്തെ വചനം, വലാ തഖറബുസിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തോട് അടുക്കുക പോലും, ആ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്നതായ സംസാരം, തനിച്ചിരിക്കുക പോലുള്ള കാര്യങ്ങളോട് പോലും നിങ്ങൾ അടുത്തു പോകരുതെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. ആ ഖുർആനെ സംബന്ധിച്ചതാണല്ലോ ഈ പറയുന്നത്. അതുകൊണ്ട് ആരിഫ് ഹുസൈനോട് ഇന്ന് വരെ ഞാൻ ഉപയോഗിക്കാത്ത ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. ആരിഫ് ഹുസൈനെ, നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, നീ ആൺകുട്ടിയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ തിരിച്ചറിയൂ. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് ഇസ്ലാമേതര സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും വിഭജിക്കാമെന്ന് ഇസ്ലാമിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ നീ അടുത്ത വീഡിയോയിൽ നീ ഒന്ന് കാണിക്കും. നീ പറയാൻ പോണ ബനുൽ മുസ്തലിഖ് സംഭവമല്ലേ പറയാൻ പോണത്? ഒന്ന് നീ കൊണ്ടുപോവാ, ബാക്കി ഞാൻ അപ്പം പറയാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആ സംഭവം വെച്ച് ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ, നീ പറഞ്ഞല്ലോ ഇസ്ലാമിന്റെ പ്രമാണം ചതുർപ്രമാണമാണെന്ന്, ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ് പറഞ്ഞല്ലോ. ഈ സംഭവം വെച്ച് ഏതെങ്കിലും ഒരു പണ്ഡിതൻ അന്യ സമുദായത്തിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികളായ മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങളെ അവരെ ഭോഗിക്കാമെന്ന് അനുവാദം തന്നിട്ടുണ്ട് എന്ന് നീ തെളിയിച്ചാൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുത്തു. അടുത്ത വീഡിയോ ഇതിന് നീ മറുപടി പറ. അപ്പൊ ബാക്കി ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. എന്നെ കേട്ടിരിക്കുന്ന നിഷ്പക്ഷമതികളായ പഠിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യരോട് അവസാനം ഒരു കാര്യം പറഞ്ഞു ഓർപ്പിക്കുകയാണ്. ഇതൊരു യൂട്യൂബ് തൊഴിലാളിയാണ്. ഇയാളുടെ ഉപജീവന മാർഗമാണ് ഈ ഇസ്ലാം വിമർശനം. ഇപ്പൊ ഏറ്റവും കൂടുതൽ റേറ്റിംഗുള്ള വകുപ്പ് എന്നുള്ളത് ഇസ്ലാം വിമർശനമാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷനാണ് അദ്ദേഹം ഈ കാട്ടിക്കൂട്ടുന്നത്. ഈ നമ്മൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന, വീട്ടുകാരോടുണ്ടാകുന്ന ഒരു വൈരാഗ്യം ഉണ്ടല്ലോ, എന്നതുപോലൊരു വൈരാഗ്യമാണ് ഇദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഭാര്യയും മക്കളും എല്ലാം അയാൾ ഒഴിവാക്കി പോയപ്പോൾ അതിന്റെ കാരണം ഇസ്ലാമാണെന്ന നിലക്ക് അയാൾ ഇസ്ലാമിനെ അന്ധമായി വിമർശിക്കുകയാണ്. ഇദ്ദേഹവുമായി സംവദിച്ച സാക്ഷാൽ രാഹുൽ ഈശ്വർ, അദ്ദേഹം ഒരു അമുസ്ലിമാണ്, ഇദ്ദേഹം എക്സ് മുസ്ലിമാണ്. ആ രാഹുൽ ഈശ്വറിന്റെ വിവരം പോലും ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട നഷ്ടബോധത്തിൽ നിന്നുണ്ടാകുന്ന വൈരാഗ്യവുമാണ് ഈ നരമ്പുകൾ മുഴുവനും വലിച്ചു മുറുക്കി ഇദ്ദേഹം ഈ കാട്ടിക്കൂടുന്നത്. ഈ പന്നിമാംസം വിസ്ബിജല്ലി കഴിക്കുന്നു, റമദാനാവുമ്പോൾ വെള്ളം കുടിച്ച് ആളുകൾ പ്രകോപിപ്പിക്കുന്നു. ഈ പ്രകോപനത്തിലൊന്നും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ മുസ്ലിമീങ്ങളൊന്നും വീണു പോകത്തില്ല. നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്ന ഓരോ വിഷയങ്ങളെയും അഡ്രസ് ചെയ്ത് മറുപടി പറഞ്ഞിരിക്കും. ഇരുത്തേണ്ടടുത്ത് ഇരുത്തുക തന്നെ ചെയ്യും.